നമസ്കാരം. ഇത് ബെറ്ററിങ് മാട്രിമോണി കോയമ്പത്തൂർ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള ഗവൺമെൻറ് സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബീവറേജാണ്, അല്ലേ? എല്ലാവർക്കും അറിയുന്ന കേസാണ്. പിന്നെ രണ്ടാമത് കാണുന്നത് ഏതാണ്? കുടുംബ കോടതി. മനസ്സിലായി? ഈ രണ്ടവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൈവേഴ്സുകൾ കൂടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓൺലൈൻ നിങ്ങൾ ഓൺലൈൻ മാട്രിമോണിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ഡീറ്റെയിലും അറിയില്ല. അവർ പറയുന്നത് തന്നെ വേദവാക്യം, അവർ പറയുന്നത് തന്നെയാണ്. അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യും, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും. അതുതന്നെയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാം. അപ്പോൾ ഞങ്ങളിന്ന് പോകേണ്ട കാര്യമുണ്ട്. ഒരു പെൺകുട്ടീൻ്റെയാണ്. അതിൽ ആ പേപ്പർ കിട്ടിയാലേ അവരെന്തെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നവർ അവർ ഓക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പർ എടുക്കാൻ അവൻ്റെ വീട്ടുകാർക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയി അവൻ്റെ വക്കീലിനെ കണ്ട് ആ പേപ്പറൊന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് സംഭവം, പേപ്പർ വരുന്നില്ല, അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. അവർ തെളിയിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ വക്കീൽ വെച്ചിട്ടൊന്ന് സംസാരിച്ച് അത് ഓക്കെ ആയ ശേഷമാണ് അവർക്കും സമാധാനമായത്. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഡൈവേഴ്സ് ആയ കേസാണ്, പേപ്പർ വരാൻ കുറച്ച് വൈകും. അപ്പോൾ ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓക്കെ. പിന്നെ എനിക്ക് വന്ന കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ, മാക്സിമം പെൺകുട്ടികളുടെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. നിങ്ങളിപ്പോൾ ബ്രോക്കർമാരിന് കൊടുക്കുന്നുണ്ട്, ഇല്ല പറയുന്നില്ല. കോങ്ങാട് ഭാഗത്തു നിന്നും ഏകദേശം ശ്രീകൃഷ്ണപുരം ആ ഏരിയ, അതുപോലെ പട്ടാമ്പി, ഒറ്റപ്പാലം, അവിടെയൊക്കെ നായന്മാരിലെ കുട്ടികളാണ് ഏറ്റവും ഡിമാൻഡായിട്ട് പറയുന്നത്. കാരണം അവരുടെ ജാതകത്തിൻ്റെ ഫോട്ടോ ഒക്കെ അയക്കും, ഫോട്ടോ ഒക്കെ പബ്ലിസിറ്റി ചെയ്യും. അപ്പോൾ അവൻ്റെ ജാതകത്തിൻ്റെ കോപ്പി ഇവർ കൊടുക്കില്ല. അപ്പോൾ അവർ കൊടുക്കാതിരിക്കുമ്പോൾ ഈ ബ്രോക്കർമാർ അതൊരു ദുരുപയോഗം ചെയ്യാം. കാരണം ഇവരൊരു ദിവസം ഒരാളിനെ ഇവിടുന്ന് ഈ പാലക്കാട് നിന്ന് അവിടെ നിന്നെങ്കിലൊക്കെ ഒരാളിനെ തൂക്കും, കൊണ്ടുപോയിട്ടും വണ്ടിയിൽ കയറ്റിയിരുത്തി അവർ ഒരു 4-5 വീടുകളിൽ പെൺകുട്ടികളെ കൊണ്ട് കാണിക്കും. എന്നിട്ട് അവരിൽ നിന്ന് 10,000, 2,000, 3,000 രൂപ വാങ്ങിക്കും. പിന്നെ അവർ വിളിച്ചെടുക്കില്ല. അങ്ങനെയാണ് നമ്മളെ പെൺകുട്ടികളുടെ കല്യാണങ്ങൾ നടക്കാതിരിക്കുന്നത്. പിന്നെ നിങ്ങളെന്ത് ചെയ്യും, വീണ്ടും ഓൺലൈൻ മാട്രിമോണിയിൽ കൊണ്ട് വയ്ക്കും. കുറേയൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്, തെറ്റില്ല പറഞ്ഞില്ല. ഇന്ന് എനിക്ക് നായരിൽ തന്നെ ഒരു പയ്യൻ ഇപ്പം ഗൾഫിൽ ലീവിന് വന്നായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അവൻ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്, നിങ്ങളെ കുറേ ഡയലോഗ് മാത്രമേ ഉള്ളൂ, തിരിച്ച് ഇതൊന്നും ഇല്ലാത്ത റെസ്പോൺസ് ഇല്ല എന്നുള്ളത് സംഭവം. എന്നെ പറഞ്ഞിട്ടോ അവനെ പറഞ്ഞിട്ടോ കുറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാവരും കുറേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ വിശ്വസിക്കാമെന്ന് പറയാം. കുറച്ച് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഓൺലൈൻ മാധ്യമത്തെ ഓൺലൈൻ മാട്രിമോണിയിലാണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാറുണ്ട്, അല്ലേ? ഇത് ഈ ബ്രോക്കേഴ്സിനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറ്റിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ചെയ്യണം. ഇപ്പം ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ സാധാരണ ആ പെൺകുട്ടിൻ്റെ ജാതകം എന്തായാലും നോക്കണം നിർബന്ധമുണ്ടെങ്കിൽ ആ പെൺകുട്ടിൻ്റെ ഡീറ്റെയിലും ഒരു ചെറിയൊരു ഫോട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ മതി. പിന്നെ ബാക്കി അവളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ബയോഡാറ്റയും അത് തരുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നുള്ളതാണ്. ഈ നാട്ടുകാർ മുഴുവൻ ആൾക്കാരെ നിങ്ങളുടെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിയാത്ത പെണ്ണ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലയെന്നും പറയില്ല. അവർ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണം, മനസ്സിലായോ? അപ്പോൾ നമ്മളൊരാളുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ജാതകമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീട്ടുകാരായിട്ട് ഒന്ന് സംസാരിക്കാൻ വരുള്ളൂ. അപ്പം ബ്രോക്കർമാർക്ക് പറ്റിക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെയും കുട്ടികളെന്തായാലും കല്യാണം കഴിക്കാതെ ഇങ്ങനെ കുറേ നീണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നേരത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, പെൺകുട്ടികളാണ് കല്യാണം വേണ്ട, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു പറയാനുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ആമ്പിള്ളേർക്ക് അത് മാറ്റമൊന്നും വന്നിട്ടില്ല. അവരും ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ചെക്കന്മാരും പറയാൻ തുടങ്ങി, കല്യാണമൊന്നും കഴിച്ചില്ലെങ്കിൽ തലയൊന്നും പോയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് പാകിസ്ഥാനിലൊന്നും കൊണ്ട് വിടില്ലല്ലോ പേഴ്സയുടെ, അതുകൊണ്ട് കല്യാണമൊന്നും വേണ്ട. ആ ഒരു കണ്ടീഷനിൽ തന്നെ എത്തിപ്പറ്റി. പിന്നെ നിങ്ങൾക്കറിയാം, ലിവിങ് ടുഗദർ ആപ്പ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നോക്കിക്കാനെ കിട്ടും. അതിലും കുറേ പേര് കയറി ആ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് കല്യാണം എന്നുള്ളൊരു രീതി മാറിക്കൊണ്ടിരിക്കണം, പറഞ്ഞാൽ മനസ്സിലായ? ആ മാറി പലവരും പല രീതിക്കായി മാറും. അതായത് 30 വയസ്സിന് ശ്രദ്ധിച്ച് കേൾക്കണം, 30 വയസ്സിൻ്റെ ഉള്ളിൽ ഉള്ള കുട്ടികളൊന്നും പ്രശ്നമില്ല, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോവും. 35 വയസ്സിന് മേലുള്ളവർ കല്യാണം കഴിക്കാൻ ഇപ്പോൾ നെട്ടോട്ട് ഓടുന്ന സമയമുണ്ട്. കുറേ പേരൊക്കെ അവർ പെട്ടെന്ന് കല്യാണങ്ങൾ നടന്നു പോകുന്നുണ്ട്. അല്ലാത്തവർ ഇപ്പോഴും ഇതുപോലെ മറ്റുള്ള ബ്രോക്കർമാരെയും ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പണ്ടൊക്കെ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. കാരണം ഓരോ വീട്ടിലെ അപ്പൂപ്പനോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ ബാഗും കഷത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങും. ഇപ്പോൾ അത് ഓപ്ഷൻ ഇല്ല.
കാരണം അവർക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പരിപാടി നിർത്തി. ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനത്തെയാണ് വെച്ചാൽ മാക്സിമം ആൾക്കാരുടെ ഇങ്ങനെ പുക ഒരു 10-500 രൂപ വാങ്ങിക്കുക, 1000 വാങ്ങിക്കുക, ഡെയിലി അതൊരു തൊഴിലാക്കി നടക്കുന്ന ഒത്തിരി ബ്രോക്കന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോകണം. സത്യത്തിൽ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾ നല്ലൊരു പ്രായങ്ങൾ ഒന്നിലും ബ്രോക്കേഴ്സിനെ ആശ്രയിച്ച് പോകും. പിന്നെ ഓൺലൈൻ മാട്രിമോണി നിങ്ങൾ ആശ്രയിക്കും. ഓൺലൈൻ മാട്രിമോണിയൊക്കെ ആശ്രയിക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ വീണ്ടും മറ്റേ കുടുംബകോളത്തിൽ നിങ്ങൾക്ക് വീണ്ടും മീറ്റ് ചെയ്യേണ്ട ഗതികേടായിട്ട് വരും. എല്ലാവരും അങ്ങനെയാണോ? അല്ല എന്നും നിങ്ങൾ പറയും. 100-ൽ 99% ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് ഉദാഹരണം എനിക്ക് കാണിച്ചു തരാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റും, തെളിവും സഹിതം. പക്ഷേ എന്താ വെച്ചാൽ മറ്റുള്ളവൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്വകാര്യത നമ്മൾ പബ്ലിസിറ്റി ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി നമുക്ക് വേണ്ടാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യലും. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി തന്നെ എൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളിൽ 10-70ഓളം ബ്രോക്കേഴ്സിനും പിന്നെ അതുപോലെ ബാക്കി ഇപ്പോൾ 45ഓളം നമുക്ക് മറ്റേ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിലൊക്കെ ചോയ്സ് മാട്രിമോണി അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തരുടെ അത് നമ്മളെ കൺട്രോൾ വരുന്നതാണ്. അവർ പബ്ലിസിറ്റി ചെയ്യും, ഫോട്ടോകൾ പബ്ലിസിറ്റി. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മുടെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറ്റം പറയില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളുടെ രീതി ഇങ്ങനെയാണോ നേർമേ ചെയ്യുക. ഇനിയിപ്പോൾ പിള്ളേരുടെ അനുവാദത്തോടെ പയ്യൻ്റെയും പെണ്ണിൻ്റെയും അനുവാദത്തോടുകൂടി പബ്ലിസിറ്റി ചെയ്തോ എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും, അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇടും. ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞു കേട്ടോ എന്നുണ്ട്. അല്ലാത്തവരും ഇങ്ങനെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യില്ല. വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് പറയണേ, കുട്ടികളെ ഇനിയും നമ്മളെന്ത് ചെയ്യുക, ബ്രോക്കർമാരിനെ വെച്ച് പറ്റിക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾ മാക്സിമം ഞങ്ങളെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽ തരാൻ പറ്റുന്നുള്ളവർ മാത്രം വിളിക്കുക. അല്ലാതെ പക്ഷം നിങ്ങളുടെ മോളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മോൻ്റെ പേരിലോ പറ്റിക്കപ്പെടേണ്ട മറ്റുള്ളവർ. മോളുടെ പേർക്കാണ് അധികം ഉണ്ട്. പെൺകുട്ടികളെ കാണാനാണ് പയ്യന്മാർ ഏകദേശം മറ്റു ബ്രോക്കർമാർക്ക് കണ്ടമാനം പൈസ കൊടുത്ത് അവർക്കൊരു ഉപജീവന മാർഗം എന്നുള്ളതാണ്. നിങ്ങൾ ജാതകം നോക്കി ഓക്കെ ആണെങ്കിൽ അവർ വന്നോളും. അല്ല എൻ്റെ മോളിലാണ് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മക്കളുടെ മറ്റേ കല്യാണം കഴിക്കുന്നത് എന്ത് ചെയ്യും, അത് ലേറ്റാവും എന്നല്ലാതെ നിങ്ങളുടെ മക്കളുടെ പേരും പറഞ്ഞിട്ട് കുറേ ബ്രോക്കർമാർ നന്നായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതിലെന്താണ് ഒരു ഹാപ്പി ആവണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. എൻ്റെ മക്കളെ കാണാൻ ഇന്നൊരു 10 പേര് വന്നു, അല്ലെങ്കിൽ 4 പേര് വന്നു, 5 വന്നു, ഈ മാസം ഒരു 15 പേര് വന്നു, എൻ്റെ മക്കൾക്കൊന്നും ആരും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നൊരു പൊങ്ങച്ചം രീതിയിലാണ് പറയുന്നത്. ഈ നമ്മൾ അമ്പലങ്ങളൊക്കെ പോകാറുണ്ട്, മറ്റേ അർച്ചനയൊക്കെ കൊടുക്കാറുണ്ട്, ഓരോ മന്ത്രങ്ങൾ അതിനൊക്കെ ഫലം ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ക് ദോഷം. മനസ്സിലായില്ലേ? നമ്മൾ ഓരോരുത്തരും ഓരോ ചെക്കന്മാർ ഓരോ വീടുകളിൽ പോയി പെണ്ണ് കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെയാണ് പയ്യൻ്റെ വീട്ടിൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അവർ പ്രാഗി പൊളിക്കണ്, എന്തിനാണ് കണ്ടവൻ്റെ പ്രാക്ക് കേൾക്കണ്. അപ്പം നിങ്ങൾ ആദ്യം അവരുടെ ഡീറ്റെയിൽ വാങ്ങി നിങ്ങൾക്ക് പറ്റുന്നതാണ് മാത്രം വരാൻ വയ്ക്കുക. നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം, മോനെ ഇത് ശരിയാവില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതൊരു സുഖമാണ്. അവന് ഇത്ര ദൂരം വരുത്തിച്ചിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ പൈസ ഉണ്ടാക്കണം. മനസ്സിലായില്ല? ആ പൈസ വെറുതെ വേസ്റ്റ് ചെയ്ത് കണ്ടവനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിലൊരു സുഖമൊന്നും വിചാരിക്കരുത് ദയവായിട്ട്. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ജാതകം തരില്ല കേട്ടോ, അല്ലെങ്കിൽ ഫോട്ടോ തരില്ല കേട്ടോ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആവശ്യക്കാർക്കല്ല, അത് അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാട്രിമോണി ചെയ്യുന്നത്. പിന്നെ മാക്സിമം നല്ല രീതിക്ക് എല്ലാവരുടെ കല്യാണം നടക്കട്ടെ. ഇപ്പോൾ മാട്രിമോണി നമ്മൾ വെഡ്ഡിങ് മാട്രിമോണി മുഖാന്തരം ഒരുപാട് ജീവിതങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സന്തോഷമാണ്. കുറേ പേർക്കൊക്കെ നമ്മൾക്ക് പോസിറ്റീവ് നടക്കും. മാട്രിമോണി കൊണ്ട് ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഉണ്ടാകും, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാകും. അതിനൊന്നും കാര്യമാക്കാനില്ല. നല്ലതുള്ളവർക്ക് നല്ലത് മാത്രം നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇതാണ് സംസാരിക്കാനുള്ളത്. മാക്സിമം ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഈ നമ്പറാണ് നമ്മൾ വിളിക്കുക കേട്ടോ.